നടുവേദന മാറാനുള്ള ബെൽറ്റ് വയോധികയെ കൊണ്ട് നിർബന്ധിച്ച് കെട്ടിച്ചു. വെറും 2 മിനിറ്റിൽ താഴെ മാത്രം ഈ ബെൽറ്റ് കെട്ടിയ വയോധികയ്ക്ക് ഒടുവിൽ നഷ്ടമായത് 5000 രൂപയും. പത്തനംതിട്ട കോഴഞ്ചേരിക്ക് സമീപം ചെറുകോലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് അരങ്ങേറിയത്. എന്താണെങ്കിലും ഈ തട്ടിപ്പ് വീരന്റെ ചിത്രമടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഈ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നതെന്നൊക്കെ ഇവിടുത്തെ പഞ്ചായത്ത് അംഗമായിട്ടുള്ള പ്രദീപ് ചെറുകോൽ തന്നെ പറയും. ഞങ്ങളുടെ ഈ പ്രദേശം ചെറുകോൽ എന്ന് പറയുന്നത് വളരെ സാധാരണക്കാർ താമസിക്കുന്ന ഒരു ഗ്രാമമാണ്. ഇവിടെ ഇതുവരെ അങ്ങനത്തെ വലിയ തട്ടിപ്പുകളോ മറ്റ് കാര്യങ്ങളൊന്നും നടക്കുന്ന ഒരു സ്ഥലമല്ല. പക്ഷേ ഇത് വളരെ സങ്കടകരമായ ഒരു കാര്യമായിപ്പോയി. കാരണം ഒരു വയോധികയായ അമ്മ മാത്രം താമസിക്കുന്ന ഒരു വീടാണ്. മക്കളൊക്കെ ഉണ്ട്, മക്കളെ തൊട്ടടുത്ത പ്രദേശങ്ങളൊക്കെ താമസിക്കുന്നുണ്ട്. അമ്മ മാത്രം ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. അപ്പോൾ ആ അമ്മ മാത്രമുള്ള സമയത്ത് ബുള്ളറ്റിൽ ഒരു ആജാനബാഹുവായ ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ 50 വയസ്സിൽ താഴെയുള്ള ആൾ അവിടെ എത്തിയതിന് ശേഷം അമ്മയെ പരിചയമുള്ള തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ അമ്മ പറഞ്ഞിട്ടാണ് വരുന്നത്. അമ്മയ്ക്ക് നടക്കാൻ സാധിക്കുന്നില്ല, അമ്മ അസുഖബാധിതയായി ഇരിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വരുന്നതെന്ന് വളരെ പരിചയമുള്ള രീതിയിൽ അമ്മയോട് സംസാരിച്ചു. ഇങ്ങനെ പരിചയമുള്ള ആൾ പറഞ്ഞു വിട്ടു എന്നുകൂടി പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് കൂടുതൽ വിശ്വാസമായി. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇതുപോലെ അമ്മയെ നടത്താം, അമ്മയ്ക്ക് നടക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ലല്ലോ, ഞാൻ അമ്മയെ 2 ദിവസത്തിനുള്ളിൽ നടത്താം. ഞാനിപ്പം മറ്റേ പറഞ്ഞു വിട്ട അമ്മയുടെ വീട്ടിലെ മകനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കുറേ കാലമായി നടക്കാൻ സാധിക്കാതിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇപ്പം ഞാൻ നടത്തി, അതുകൊണ്ട് അമ്മയെ ഞാൻ 2 ദിവസത്തിനുള്ളിൽ പരിപൂർണ്ണമായി നടത്താം. അമ്മയ്ക്ക് വേണമെങ്കിൽ ഇവിടുന്ന് കോഴഞ്ചേരിയിൽ വരെ നടന്നു പോകത്തക്ക രീതിയിലേക്ക് ഞാൻ അമ്മയെ മാറ്റാം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് നടക്കാനുള്ള പ്രയാസം മാറുവാൻ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്, സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. അതനുസരിച്ചിട്ട് അമ്മ ശരി എന്നൊക്കെ പറഞ്ഞ സമയത്തേക്ക് പെട്ടെന്ന് ഇദ്ദേഹം കാലിൽ ഇടുന്ന ഒരു പാഡ് പെട്ടെന്ന് എടുത്തു വെച്ചു. ആ പാഡിലേക്ക് ചവിട്ടാൻ പറഞ്ഞു. അതിനുശേഷം ഒരു റോപ്പ് കൊടുത്തു. റോപ്പ് കൂടാതെ ഒരു ബെൽറ്റ്, മാഗ്നറ്റിക് ബെൽറ്റ് ഉണ്ട്, അതാണ് ഇതിൻ്റെ പ്രധാന വസ്തു, ഇത് നടക്കാൻ സഹായിക്കുന്ന എന്ന് പറഞ്ഞു. കാണിച്ചതിന് ശേഷം വേഗം ഇത് അമ്മയെ ഞാൻ കെട്ടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ ഇടുപ്പിലേക്ക് ഇത് കെട്ടി. 15000 രൂപയാണ് ഇതിൻ്റെ വില. അഡ്വാൻസ് ഇപ്പോൾ തന്നാൽ മതി, ഞാൻ തന്നിട്ട് പോകാം, ബാക്കി പിന്നീട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അമ്മ പെട്ടെന്ന് പറഞ്ഞു, എനിക്കിപ്പോൾ ഈ ബെൽറ്റ് വേണ്ട, ഇത്രയും വിലയല്ലേ, ഇത് വേണ്ട എന്ന് പറഞ്ഞു. പറഞ്ഞ സമയത്ത് പറഞ്ഞു, അങ്ങനെ നിങ്ങളുടെ ദേഹത്ത് കെട്ടിയത് ഇനി മറ്റൊരു രോഗിയുടെ ദേഹത്ത് കെട്ടാൻ സാധിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ രൂപ തന്നേ മതിയാവൂ, ഇപ്പോൾ അതിൻ്റെ അഡ്വാൻസ് എങ്കിലും തന്നേ മതിയാവൂ എന്ന് പറഞ്ഞ് അമ്മയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നാൽ എൻ്റെ മകനെ ഒന്ന് വിളിക്കട്ടെ, മകൻ തൊട്ടടുത്ത സ്ഥലത്ത് താമസിക്കുന്നുണ്ട്, മകനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ ദേഹവും കൂടെ റൂമിൻ്റെ അടുത്തേക്ക് ചെന്നു. റൂമിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സംസാരിക്കാൻ വരട്ടെ, ഞാൻ പറയുന്നത് കേൾക്കാം, നടത്താം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമ്മയെ സംസാരിക്കുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തി. വളരെ തന്ത്രപൂരമായി നിരുത്സാഹപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഏതായാലും കെട്ടിപ്പോയി, ഇപ്പോൾ തൽക്കാലം 5000 രൂപ ബാക്കി മകനോട് ചോദിച്ചതിന് ശേഷം തന്നാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിച്ച് അതിവേഗം ഇയാൾ തന്നെ ധൃതി വെച്ചിട്ട് അമ്മയെ കൊണ്ട് പേഴ്സ് തുറപ്പിച്ച് ഈ അമ്മ പെൻഷൻ വാങ്ങിക്കൊണ്ടുവന്ന പൈസ കയ്യിലുണ്ടായിരുന്നു, പേഴ്സിലുണ്ടായിരുന്നു, ആ പൈസ എടുത്ത് 5000 രൂപ വാങ്ങി. ഈ അമ്മ ആകെപ്പാടെ വിഷമത്തിലായിപ്പോയി, അമ്മ പേടിച്ചു പോയി. ഈ 5000 രൂപ വാങ്ങിയതിന് ശേഷം അതിവേഗം ഇദ്ദേഹം തലയിലൊരു കെട്ടുകൂടി, ഇദ്ദേഹത്തെ ഐഡൻറ്റിറ്റി തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി തലയിലൊരു കെട്ടും കൂടി ഉപയോഗിച്ചിരുന്നു എന്ന് ഞാൻ ചിത്രത്തിലും കണ്ടു, ആ അമ്മയോട് പറയുകയും ചെയ്തു. ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിലാണ് വന്നത്. അതിവേഗം ഈ പൈസ കൈക്കലാക്കിയതിന് ശേഷം അവിടെ നിന്ന് പോയി. പക്ഷേ ഇതിനകത്തുള്ള ഒരു കാര്യം, ഈ അമ്മ മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക്, അവരുടെ മുറിയിലേക്ക് ഇയാൾ കടന്നു ചെന്നു. അപ്പം ഈ അമ്മയുടെ വീട്ടിൽ കേവലം ഇത് മാത്രമല്ല, പെൻഷൻ മാത്രമായിരിക്കില്ല, അവർ അത്യാവശ്യം സാമ്പത്തിക സൗകര്യങ്ങളുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പം എന്തെങ്കിലും ഈ അമ്മ മാത്രം താമസിക്കുന്ന അമ്മയുടെ സഹായി ആ വീട്ടിലുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവർ ഇറങ്ങി വന്നു. അവർ ഫോൺ എടുത്ത് മകനെ ഫോൺ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവരെയും നിരുത്സാഹപ്പെടുത്തി ഫോൺ വാങ്ങിച്ച് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞ് വാങ്ങിച്ചു വെച്ച് അവരോട് ആക്രോശിച്ചു. ഭീഷണിയുടെ ലൈൻ തന്നെ പെട്ടെന്ന് അവിടുന്ന് പൈസ വാങ്ങിക്കുകയും ഇദ്ദേഹം പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് മറ്റൊരു അപകടത്തിലേക്ക് പോയില്ലല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാമെങ്കിൽ പോലും നമ്മൾ അത്തരം ഒരു കാലം കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു വീട്ടിൽ കടന്നു ചെല്ലുക, അമ്മ മാത്രം ഉള്ളിടത്ത് നിന്ന് 5000 രൂപ അടിച്ചുകൊണ്ട് പോയി ബാക്കി സാധനം കൂടെ അടിച്ചുകൊണ്ട് പോകാമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം തീർച്ചയായും ഇത് ആറന്മുള പോലീസിൽ അവർ പരാതി കൊടുത്തു. എന്നോട് ആലോചിച്ചു, ഞാൻ അവിടെ ആ വീട്ടിൽ ചെന്നിരുന്നു പിറ്റേ ദിവസം. അപ്പം ഞാനും പറഞ്ഞു, പരാതി കൊടുക്കണം, ഇങ്ങനെ സംഭവം ഉണ്ടായപ്പം പരാതി കൊടുക്കണം എന്നനുസരിച്ച് അവർ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസ് കണ്ടുപിടിക്കുമായിരിക്കും. ഒരു പക്ഷേ ഈയുടെ ഫോട്ടോയും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്, ബുള്ളറ്റിലിരിക്കുന്ന ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട്. അപ്പം തീർച്ചയായും പോലീസ് പിടിക്കും. ഇയാൾ പറഞ്ഞത് അമ്മയുടെ ദേഹത്ത് ഈ ബെൽറ്റ് കെട്ടിയോണ്ട് ഇനി മറ്റൊരാൾക്ക് ഇത് നൽകാൻ പറ്റില്ല. അതെ, വേറൊരാൾക്ക് നൽകാൻ പറ്റില്ല, അതുകൊണ്ട് അമ്മ പൈസ തരണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഒരു രോഗിക്ക് കിട്ടിയത് മറ്റൊരു രോഗിക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടു, എവിടെയെങ്കിലും കണ്ടുപരിചയമോ മുൻപരിചയമോ അങ്ങനെ എന്തെങ്കിലും ഈ പ്രദേശത്ത് കണ്ടിട്ടുള്ള ആളാണോ? ഏതായാലും ഈ പ്രദേശത്തുള്ള ആളല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ള മിക്കവാറും ആൾക്കാരെ, കോഴഞ്ചേരി, ചെറുകോൽ, കാട്ടൂർ പ്രദേശത്തൊക്കെയുള്ള മിക്കവാറും ആൾക്കാരെ എല്ലാം നമുക്ക് അറിയാം. പക്ഷെങ്കിൽ ഇദ്ദേഹത്തെ ഞാൻ ഇതുവരെ ചിത്രം കണ്ടിട്ട് ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും ആറന്മുള പോലീസ്, നമ്മുടെ പോലീസ് നല്ല പോലീസാണല്ലോ, തീർച്ചയായും പോലീസ് പിടിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്.
ഈ ബെൽറ്റ് ഒന്ന് കെട്ടി നോക്കൂ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീട്ടമ്മയെ, ഈ വയോധികയെ നിർബന്ധിച്ച് ബെൽറ്റ് ഇയാൾ കെട്ടിക്കുകയായിരുന്നു. എന്നാൽ ഈ ബെൽറ്റ് കെട്ടിയതിന് ശേഷം ഇയാളുടെ സംസാരത്തിൻ്റെ മട്ടും ഭാവവും ഒക്കെ മാറി എന്നുള്ളതാണ് ഈ കുടുംബം ഇല്ലെങ്കിൽ ഈ വയോധിക പറയുന്നത്. ഒരാൾക്ക് കെട്ടിയ ബെൽറ്റ് അല്ലെങ്കിൽ ഒരു രോഗിക്ക് കെട്ടിയ ബെൽറ്റ് ഇനി മറ്റൊരാൾക്ക് എനിക്ക് നൽകാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ പണം തന്നേ പറ്റൂ, അഡ്വാൻസായി 5000 രൂപയെങ്കിലും ഇപ്പോൾ തന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് പണം വാങ്ങി ഇയാൾ കടന്നു കളയുകയായിരുന്നു. എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ കുടുംബം ആറന്മുള പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട കോഴഞ്ചേരിയിൽ നിന്നും ക്യാമറാമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.